അങ്ങനെ ഇന്ന് പിടിച്ച മീന് ഇത് വല്ലാതൊന്നും ഇല്ല കേട്ടോ. എന്നാലും കുറച്ചൊക്കെ നമ്മൾ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് വെച്ച് നോക്കുമ്പോൾ മീനുണ്ട്. ഇതാണ് ഇപ്പൊ ഇന്ന് കിട്ടിയ മീന്. പിന്നെ ഇന്നലെ ഇപ്പൊ നമ്മള് ചൂണ്ടലിട്ടാണ് മീൻ പിടിച്ചതുകൊണ്ട് അതിന്റെ ഒരു ഭാഗം അങ്ങനെയാണല്ലോ, കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം നമ്മള് ആ സ്ഥലത്തേക്ക് എത്തും. സമയം ഉണ്ടായിക്കാണ്ടിരും അങ്ങനെ എത്തിയതാണ് ഇപ്പൊ ദിവസം. ഇന്നിപ്പോ വെള്ളം കുറച്ചൊക്കെ തെളി കൂടുതലാണ്. എന്നാലും നമുക്ക് ഇട്ട് നോക്കാം. ഇട്ടുണ്ടെങ്കിൽ നമുക്ക് കാഴ്ചകൾ കാണാം. നമ്മള് ഫസ്റ്റത്തെ പൊക്കി, ഫസ്റ്റത്തെ കൈനീട്ടം കിട്ടിക്കണം. അപ്പൊ ഇനി അടുത്ത എങ്ങനെ ഉണ്ടോ നോക്കാം, കിട്ടുമോ നോക്കാം, നമുക്ക് കാഴ്ചകൾ കാണാം. അടുത്ത പൊക്കി, അടുത്ത കുറച്ച് കുഴപ്പമില്ല കേട്ടോ, കുറച്ച് വലുപ്പമുള്ള സൈസാണ്. ചെറുക്കടുത്ത് പൊക്കി, ഇന്നമാതിരി സൈസുള്ള സാധനങ്ങളാണ് കിട്ടുന്നത്. കേട്ടോ ചെറുക്ക. പിന്നെ അടുത്തതും പൊക്കി, കുഴപ്പമില്ല, കൊത്തുണ്ട്. അടുത്ത പൊന്തി, ഇത് വേറെ സൈസ് ഒരു കടുങ്ങാതി, ചൊറുക്കുള്ള ജാതി. ഇപ്പൊ അവിടെ പോയി പിടിച്ചാല് അതിന് ഇച്ച് കിട്ടി. ഞാൻ ഇവിടുന്ന് പിടിച്ചു, ഞാൻ എടുത്തു. ഇന്ന് അടുത്തത് കിട്ടി ഗൈസ്. അടുത്തത് കിട്ടിയത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ലാസ്റ്റ് നമുക്ക് ഒക്കെ കിട്ടിയതും കാണാം. ഓക്കെ, നമുക്ക് പിന്നെയും കിട്ടിയിട്ടുണ്ട്. വരലാണ് ഇത്, കടുങ്ങാനൊന്നുമില്ല. ഇത് അത്ര ഉണ്ട്. അടുത്ത് ഒരു പെരലിനെ പൊക്കി. ഇങ്ങനെ ഒഴിഞ്ഞ് കിടക്കുന്ന ഒരു തോടാട്ടോ. സ്പോട്ടുകൾ നോക്കിയാണ് ചെറുക്കനാക്കണം. അവിടുന്ന് വേറെ ഒന്നിനെ പിടിച്ചോണ്ടിരുന്നു. അങ്ങനെ അടുത്ത പെരലിലും പൊക്കി. ചെറുക്കപ്പടെ ഇടുന്നുണ്ട്, ഞാൻ ഇവിടെ പൊക്കുണ്ട്. ഞാൻ ഇടുമ്പോ പൊക്കുണ്ട്. അടുത്ത നെണ്ടിനെ പൊക്കിക്കണം. നെണ്ടിനെ ഇവിടെ ഇതുണ്ടാവും. നെണ്ട് തിന്നുകുണു കേസ്. ഇതിന് ഒരു ഇക്കറില്ല, പരിക്ക് പറ്റിയാണ്. ഏതായാലും നമ്മളിതിനെ വെറുതെ വിടുകയാണ്. കുട്ടികളൊക്കെ മീൻ പിടിച്ചാൽ വന്നു പോകട്ടോ. മീൻ പിടുത്തക്കാർ കുറെ ഉണ്ട് ഇവിടെ.